ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈദ്യയാണെങ്കിൽ അലീനയെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചിലവായ ബില്ലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ മാസത്തെ ശമ്പളം ഇതിൽ നിന്ന് കുറച്ചാലും ഇപ്പം എത്രയാണ് വരിക എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ കൂട്ടി നോക്കുകയാണ്. അതൊക്കെ കണ്ട് നമ്മുടെ അലീന മനസ്സുകൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അലീനയാണെങ്കിൽ കിച്ചണിലോട്ട് രാത്രികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും അവിടെ കൃഷ്ണ വന്ന് പാചകം തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അയ്യോ മോളെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് വേണ്ടത് റെസ്റ്റാണ്, ഇതിന്ന് ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ കൃഷ്ണ. അപ്പോൾ നമ്മുടെ അലീന സന്തോഷം കൊണ്ട് ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജ അങ്ങോട്ടേക്ക് വരുവേ. കൃഷ്ണേ, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ അലീന ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണ പറയും, അതെ ചേച്ചിക്ക് ഇപ്പോൾ വേണ്ടത് റെസ്റ്റാണ്, അതാരും പറഞ്ഞു തന്നില്ലേ മാഡത്തോട് എന്നിങ്ങനെ ഒരു കളിയാക്കിയ സ്വരത്തിൽ ഇങ്ങനെ പറയാണ്. അതൊന്നും വൈജയ്ക്ക് പറ്റുന്നില്ല കേട്ടോ. അതിനുശേഷമാണെങ്കിൽ അലീന ചെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ മുത്തശ്ശി എന്തൊക്കെയോ ഇങ്ങനെ മറച്ചു പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. മുത്തശ്ശിയുടെ മനസ്സിലിപ്പോൾ എന്തോ ഉണ്ടല്ലോ. ഏയ് ഒന്നുമില്ലടി എന്ന് പറയുമ്പോൾ, എങ്കിലേ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ള മുത്തശ്ശിയുടെ മനസ്സിലും ഇരുന്നോട്ടെ, നമുക്കത് പരസ്പരം പറയണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അലീന അങ്ങനെ പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ ഒരു കെണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മുത്തശ്ശിയുടെ ഫോണിൽ. അതിപ്പോൾ എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ആ ഫോൺ അങ്ങ് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫോണിൽ റെക്കോർഡായിട്ടുണ്ടാവും കേട്ടോ അവർ സംസാരിച്ചതൊക്കെ, അലീനയും രോഹിത്തും തമ്മിൽ സംസാരിച്ചത്. അപ്പോൾ അലീന രോഹിത്തിനോട് പറയുന്നത് കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് ഞെട്ടാണ് കേട്ടോ. നീയും ഹരിയും എന്നോട് ചെയ്തത് എന്താന്ന് ഞാൻ സാറിനോട് പറയും, എന്താന്ന് കൃത്യമായിട്ട് നിനക്ക് അറിയാലോ എന്നൊക്കെ പറയുന്നത്. പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.